يدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على شددي مشيدي سددي علدي بلا عددي كن آخذا بيدي خواجة معين الدين لخمسة نطفي بها حرم وباء الحتما المصطفى والمرتضى وابناهما والفاطمة. പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയുടെ മണ്ണിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വലിയ സ്ഥാപനത്തിന്റെ കാര്യം നിങ്ങളോട് ഉണർത്തി അതിലൂടെ ഒരു ദീനീ നസീഹത്ത് സമർപ്പിച്ച് അള്ളാഹുവിന്റെ തൗഫീഖാൽ ഇന്ന് മദീനത്തും പോയി വൈകുന്നേരം മടങ്ങി വരുമ്പോൾ മനസ്സുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയും ഇവിടുത്തെ ദീനീ സ്നേഹികൾക്ക് വേണ്ടിയും ദുആ ചെയ്തു. അതിനെ വരികളാക്കി ഒരു ചെറിയ കടലാസിൽ കുറിച്ചു. അതൊരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ ഒരാമുഖ ഗാനം പോലെ ആലപിച്ച് ഇനി നമുക്ക് ആര് എന്ന ഏറ്റവും വിലപ്പെട്ട വിലയേറിയ ഒരു വിഷയം അൽഹംദുലില്ലാ വളരെ ചുരുങ്ങിയ സമയമുണ്ട് വേഗം നമുക്ക് ചർച്ച ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും പൊരുത്തത്തിലേക്കും നീങ്ങുന്ന ജീവിതം നയിക്കാൻ തീരുമാനിച്ച് ഈ നിറഞ്ഞ മജ്ലിസിൽ അള്ളാഹുവിന്റെ ഖബൂലിയത്ത് ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് പിരിയണം. അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച ഗുരുവര്യന്മാരുടെ പാത ഒരു വെളിച്ചമായി ഹൃദയത്തിൽ അണയാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭനൂറിന്റെ മണമുള്ള സൗദിയിൽ വിരുന്നുകാരായെത്തി നമ്മൾ വിജയതീരത്തെത്തി. അഹ്ലുൽ ബൈത്തിന്റെ മണിയായ സയ്യിദ് സാബിഖലി മോനെ നമ്മുടെ സ്വഹീബല്ലേ തേനേ. ഉമറലി തങ്ങളുടെ പേരിലെ സ്ഥാപനം സബബായി വന്നോരാ സജലം നിറഞ്ഞോരാ പാണക്കാടിൻ പ്രഭ മുത്ത് ശിഹാബോരിൽ അൻഹൂറിയല്ലാവരെന്തോരജബല്ലാ മായാത്ത പുഞ്ചിരി മറയാത്ത തേനോലി എന്നും ഉണർവല്ല നമ്മുടെ ജീവന്റെ ജീവല്ല. ആദ്യം ദമാമിലും പിന്നെ ജിദ്ദയിലും സ്നേഹം ചൊരിഞ്ഞല്ല നല്ല മനസ്സുകൾ കണ്ടല്ല സൗന്ദര്യം തൂകുന്ന യാമ്പൂതൻ തീരത്തെ മറക്കാനാവില്ലല്ല മഹത്വങ്ങളേകല്ല. ആയിരം വർണ്ണം പോൽ സന്തോഷം തൂകി റിയാദിലും വന്നല്ല റിയാലയും ഏകല്ല. മുത്താം നബിയോടെ ചാരത്ത് പോയി നാം പൊട്ടിക്കരഞ്ഞല്ല ഖിദ്മത്തിൻ ഫളലല്ല. മുത്താം നബിയോടെ ചാരത്ത് പോയി നാം പൊട്ടിക്കരഞ്ഞല്ല ഖിദ്മത്തിൻ ഫളലല്ല.
ശംസുലുലമയും കണ്ണിയെത്തും പിന്നെ കാളം പാടിയോരും നമ്മുടെ മനസ്സിൽ പാറന്നോരും അവരുടെ കൈനാളെ മുത്തി നിൻ സ്വർഗത്തിൽ കൂട്ടിയിണക്കല്ലാ കൂട്ടിയിണക്കല്ലാ ആരംഭനൂറിൻ്റെ മണമുള്ള സൗദയിൽ വിരുന്നുകാരായെത്തി നമ്മൾ വിജയതീരത്തെത്തി അഹ്ലുൽ ബൈത്തിന്റെ മണിയായ സയ്യിദ് സാബിഖലി മോനെ നമ്മുടെ സ്വഹീബല്ലേ തേനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട മാതൃകയിൽ ഉറച്ച് പാദമൂന്നി തളരാത്ത പിളരാത്ത ആദർശം മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കാൻ സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും ആദരണീയനും ബഹുമാന്യനും പാണക്കാട് സയ്യിദ് സാബിഖലി ശിഹാബ് തങ്ങൾ അവരുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുമാന വ്യക്തിത്വത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് യുവാക്കളുടെ മുൻനിരയിൽ അവരോടൊപ്പം ആദർശത്തിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹു കൊടുത്ത ആ ഒരു ആർജവം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം നൂറുകണക്കിന് വേദികളിൽ നൂറുകണക്കിന് ഉദ്ഘാടന വേളകളിലൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആ ബഹുമാനപ്പെട്ടവർക്ക് ഇനിയും ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയും വളർച്ചയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റിയാദിലെ മനോഹരമായ വേദിയിലെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആദർശധീരനും പ്രായം മറന്നുകൊണ്ട് പരിശ്രമിക്കുന്ന പരിശ്രമശാലിയുമായ ബഹുമാനനായ ആലിക്കുട്ടി ഉസ്താദിന്റെ മരുമകൻ ബഹുമാനപ്പെട്ട ദിയാവുദ്ദീൻ ഫൈസി ഉസ്താദ് അവർകൾ സ്വാഗതം വളരെ ഭംഗിയായി സരളമായ ശൈലിയിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി ഉസ്താദ് തന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും മാറ്റിവെച്ചുകൊണ്ട് മുൻഗാമികളായ പ്രിയപ്പെട്ട ഉസ്താദുമാർ തെളിച്ചുവെച്ച ദീപത്തെ തന്റെ മരണം വരെ കെടാതെ കാത്തു സൂക്ഷിക്കുമെന്ന തീരുമാനത്താൽ ഒരു സാമ്പത്തിക ലാഭവും മോഹവും ആഗ്രഹിക്കാതെ കുറെ ദിവസങ്ങളായി സൗദി അറേബ്യയിൽ വന്ന് ഇതിനുവേണ്ടി വളരെയധികം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഷംഷാദ് സലീം, പിന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അലവിക്കുട്ടി സാഹിബ്, അബ്ദുസമദ് സാഹിബ്, അബൂബക്കർ ദാരിമി, സൈദലവി ഫൈസി, എല്ലാറ്റിലും ഉപരി സൗദി അറേബ്യയിൽ ഞാൻ വന്ന് ആദ്യത്തെ പരിപാടി ദമാമിലായിരുന്നു. ഏകദേശം അവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട അബുഹാജി ഉൾപ്പെടെ, അബ്ദുറസാഖ് സാഹിബ് ഉൾപ്പെടെ, എന്റെ പ്രിയ സ്നേഹിതൻ ഇബ്രാഹിം സാഹിബ് ഉൾപ്പെടെ ഏകദേശമുള്ളവരൊക്കെ ഇവിടെ എത്തി. ഒരുപാട് പേരുണ്ട്. അവിടെ നിന്ന് വന്ന പ്രിയപ്പെട്ട സംഘാടക സമിതിയിലെ ആദർശ ധീരന്മാരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോടൊപ്പം ഈ സദസ്സിലേക്ക് എന്റെ നാട്ടിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് നാസർ എന്ന പ്രിയ കൂട്ടുകാരൻ ഉൾപ്പെടെ, അൽഹംദുലില്ലാ ഈ റിയാദിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രോഗ്രാമാണെന്നറിഞ്ഞപ്പോൾ കുടുംബസമേതം എത്തിച്ചേർന്ന സാധുക്കളായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ, അതുപോലെ തന്നെ പല ആവശ്യങ്ങളും പല നൊമ്പരങ്ങളും മനസ്സിൽ കരിച്ചു ആ വസീയത്ത് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാറ്റിലും ഉപരി ഇവിടെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, ഉമ്മബെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ നാട്ടുകാരിവിടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ഗൾഫ് രാജ്യത്ത് ചെന്നാലും തിരുവനന്തപുരം ജില്ല മാറില്ല, അതുകൊണ്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് ദീർഘായുസ്സ് ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ഒരു സ്പെഷ്യൽ ദുആ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സൗദി അറേബ്യയിലെ ഇപ്രാവശ്യത്തെ ഒരു പര്യടനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ സമാപനം വെള്ളിയാഴ്ച രാവിൽ മദീനത്ത് പോയി അരമണിക്കൂറാണെങ്കിലും ഒരു സിയാറത്തും
നിസ്കാരമൊക്കെ കഴിഞ്ഞ് റിയാദിലേക്ക് വന്ന് സമാപന പ്രോഗ്രാം ഇവിടെയായി. അതിനുവേണ്ടി സംഘാടകർ വളരെയധികം ത്യാഗം ചെയ്തു. പ്രത്യേകിച്ച് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം സാധാരണ ഒരു ഗൾഫ് രാജ്യങ്ങളെ പോലെ അല്ല. ഒരുപാട് നിയമ വ്യവസ്ഥിതികളും അതിർവരമ്പുകളും നിർബന്ധമായും പാലിക്കപ്പെടേണ്ടുന്ന ഒരു രാജ്യമാണ്. അതിനൊരിക്കലും ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയിട്ട കാര്യമില്ല. അത് എപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിന്റെ നിറവിന് മാത്രമേ അത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. നമുക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഭരണാധികാരികളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട നമുക്ക് നമ്മുടെ നാട്ടിലെ കഷ്ടപ്പാടും കണ്ണീരും മറന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥിതി സമ്മാനിക്കാൻ ആ സംഘാടകർക്ക് അള്ളാഹു, ആ ഭരണാധികാരികൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ നാട്ടിൽ പരിശുദ്ധ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് 2 ദിവസം പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ മനോഹരമായ ഒരു വിഷയമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രവാസികളായ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അള്ളാഹു അത് പഠിച്ച് ആ വിഷയത്തിന്റെ കാതലായ ഭാഗം ഉൾക്കൊണ്ട് ഈമാനോടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി നമുക്ക് ആര് എന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ വിഷയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എഴുത്തുകാരെയും നോവലുകളെയും പ്രസിദ്ധീകരണങ്ങളെയും ചിന്തകന്മാരെയും ബുദ്ധിമാന്മാരെയും അടുത്തറിയുകയും അവരുടെ പുസ്തകങ്ങളിലൂടെ ഒരുപാട് കാര്യശേഷിയും ബോധവും ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുമായ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് മുന്നിൽ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും അത് അധികമാവില്ല എന്നെനിക്കറിയാം. ആ എഴുത്തുകാരൻ ഒരു കൃതിയുണ്ട്, രാവും പകലും എന്നാണ് ആ കൃതിയുടെ പേര്. രാവും പകലും എന്ന കൃതിയുടെ ഒരു നായകൻ മരച്ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കയറിൽ പിടിച്ചിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. കൈകാലിട്ടടിച്ച് ശക്തിയായൊന്ന് തൂങ്ങിയാൽ ആ കയറൊന്ന് പൊട്ടിപ്പോയാൽ തനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ. ഇനി ഒരുപക്ഷെ കയറ് പൊട്ടിയിട്ട് നിലത്തേക്ക് വീണാൽ താൻ എവിടേക്കാണ് ചെന്ന് വീഴുന്നത്? ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു പടുകൂറ്റം സിംഹമുണ്ട്. ആര് കണ്ടാലും ഭയന്നു പോകുന്ന, അറച്ചു പോകുന്ന, വെറുത്തു പോകുന്ന ആ രൂപഭാവം കണ്ടുകൊണ്ട് നിലവിളിക്കാനൊരുങ്ങുമ്പോ ഒരുപക്ഷെ കയറ് പൊട്ടിയിട്ട് ഗുഹയുടെ മുകൾ ഭാഗത്താണ് വീഴുന്നതെങ്കിൽ ആ മുകൾ ഭാഗത്ത് തന്നെ കടിച്ചു കീറാനിരിക്കുന്ന ഒരു പടുകൂറ്റൻ കടുവയുണ്ട്. ഒരു ഭാഗത്ത് നിവർത്തിയില്ല. പെട്ടെന്ന് അയാളത് ശ്രദ്ധിച്ചു. താൻ തൂങ്ങിക്കിടക്കുന്ന ചെറിയ ഒരു കയറിന്റെ മുകൾ ഭാഗത്തെ അഗ്രത്തിൽ 2 എലികൾ വന്നിരുന്നു കൊണ്ട് ആ കയറിന്റെ അഗ്രം ഇങ്ങനെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഏതായാലും തന്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. താൻ കൈകാലിട്ടടിച്ച് ഈ കയറൊന്ന് പൊട്ടിപ്പോയാൽ ഈ വലിയ ഗുഹയുടെ ഉള്ളറയിലേക്ക് വീണാൽ താൻ മരണപ്പെടും, അതിന്റെ മുകൾ ഭാഗത്ത് വീണാൽ താൻ മരണപ്പെടും. ഏതായാലും തന്റെ വീഴ്ച ഉറപ്പിച്ചു, മരണം ഉറപ്പിച്ചു. സ്വയം മനസ്സുകൊണ്ട് 1000 പ്രാവശ്യം ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചതായി ടോൾസ്റ്റോയ് പറയുന്നു, ഇനി എനിക്കാരാണ് എന്നെ രക്ഷപ്പെടുത്താനും എനിക്ക് ആശ്വാസം തരാനുമുള്ളത്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന റിയാദിലെ പ്രവാസികളായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് ഇട്ടു തന്നതെന്തിനാ? ഒരുപക്ഷെ സൗദി അറേബ്യയിലേക്ക് ഇപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ, സന്തുഷ്ടരോടെ, ആഹ്ലാദത്തോടെ കഴിയുന്നവരാണ്. നല്ല സാലറി ഉണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല ജീവിതമാണ്, നല്ല റാഹത്താണ്, ഫാമിലി കൂടെയുണ്ട്, വളരെ ആനന്ദമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗദി അറേബ്യയുടെ പൊരിവയിലത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വിസക്കച്ചവടത്തിൽ പറ്റിച്ചിട്ട് വന്ന് വീണതായിരിക്കാം അബദ്ധത്തിൽ നിങ്ങൾ. അതല്ലെങ്കിൽ ആദ്യമായി ജോലിക്ക് വന്നത് ആടിനെ വെക്കാനാകാം. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആടുകൾക്കിടയിൽ കിടക്കാനിടമില്ലാതെ ചെറിയ ഒരു ടെന്റ് കെട്ടിയിട്ട് കാറ്റടിച്ചു വരുമ്പോ ആ ടെന്റും അതിനകത്തിരിക്കുന്ന ഭക്ഷണവും അവന്റെ വസ്ത്രവുമെല്ലാം പറന്നുയർന്നു പോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ആരെയെന്ന് ചോദിച്ച് വേദനിച്ചവന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു പഴുതിലൂടെ ഒരു മലയാളിയോ ഒരു ബംഗാളിയോ ഏതെങ്കിലും രാജ്യത്തെ ഒരു പ്രിയപ്പെട്ട മാനുഷിക സ്നേഹമുള്ള ഒരു വ്യക്തിയോ കടന്നു വന്നെന്നിരിക്കാം. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പഴുതിൽ പിടിച്ചിട്ട് നിങ്ങളിപ്പോ രക്ഷപ്പെട്ട് കച്ചവടക്കാരായി, ബിസിനസ്സുകാരായി സൗദി
അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ റിയാദിലെ ഏറ്റവും നല്ല സമ്പന്ന വർഗത്തിന്റെ ഒരു വിഭാഗമായി മാറാൻ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും സാധിച്ചെന്ന് വരാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കയറിന്റെ അറ്റത്തു തൂങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെയും രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരു അത്ഭുത മനുഷ്യൻ ഒരു പക്ഷേ കടന്നു വന്നേക്കാം. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ആര് വന്നാലും രക്ഷപ്പെടാനില്ലാത്ത, ആരും കടന്നു വന്നിട്ട് യാതൊരു കാര്യവുമില്ലാത്ത, അറിയാതെ മനുഷ്യൻ തന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകുന്ന, ഇനി എനിക്ക് ആരെയൊന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയം ഒരു മനുഷ്യന് സംജാതമാകാനുണ്ട്. അതെപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ? അതെപ്പോഴാ? ഒരിക്കലും ഈ ഭൗതിക ലോകത്തല്ല. ഇവിടെ ആൾബലവും ആയുധബലവും സംഘശക്തിയുമുള്ള, ക്ഷേമമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ഏത് ചതിക്കുടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നൂറുകണക്കായ വഴികളുണ്ട്. അതിനുള്ള മെമ്മറി പവർ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരങ്ങളുടെ തലച്ചോറിന് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് ആര് എന്ന് ചോദിച്ച് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അറിയാതെ പൊട്ടി തകർന്നു പോകുന്ന ഒരു ജീവിതം ഒരു മനുഷ്യന് വരാനുണ്ട് എന്ന് ലോക ചരിത്രത്തിൽ അള്ളാഹു പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതം ഒരു മനുഷ്യന് വരാനുണ്ട് എന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ബന്ധങ്ങൾ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ എല്ലാവരും 3 തുണ്ട് വെള്ളത്തുണിയിൽ പൊറിഞ്ഞ് കബറിന്റെ അകത്തേക്ക് കൊണ്ടുവെക്കുമ്പോ മരണപ്പെട്ടു പോയാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പവർ ഏകദേശം അവന്റെ ഹൃദയം ഒരു 10 മിനിറ്റ് കൂടി ഇടിക്കുമെന്ന് ഡോക്ടർമാർ പറയുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ ഹൃദയം ഒരു 10 മിനിറ്റ് കൂടി ഇടിക്കുന്നതാണ്. 4 മണിക്കൂറുകൾ കൂടി കണ്ണിന് ശക്തി ഉണ്ടാകുമത്രേ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 4 മണിക്കൂറുകൾ കൂടി ആ കണ്ണുകൊണ്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കാണാനുള്ള ശക്തിയും ഗ്രാഹ്യവും ആ കണ്ണുകൾക്കുണ്ടാകുമെന്ന് ഡോക്ടർ പറയുകയാണ്. 5 ദിവസത്തോളം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലിക്ക് ജീവൻ ഉണ്ടാകുമത്രേ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 5 ദിവസത്തോളം അവന്റെ തൊലിക്ക് ജീവൻ ഉണ്ടാകും. 20 മിനിറ്റോളം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നതാ. ഈ ഒരു 20 മിനിറ്റും ഈ ഒരു 5 ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു പോയാൽ ഒന്നിനും കൊള്ളരുതാതെ പള്ളിപ്പറമ്പിലോ മറ്റെവിടെയെങ്കിലും വലിച്ചെറിയപ്പെട്ട മനുഷ്യ ശരീരമായി എന്തായാലും ലോകാവസാനത്തിന് മുമ്പ് എന്റെയും നിങ്ങളുടെയും ശരീരം ഉറപ്പായും ആ ഒരു രീതിയിലേക്കാകുന്നതാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്, നമസ്കാരമുള്ളവരാണ്. ആ നമസ്കാരത്തിൽ നെഞ്ചിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പൊക്കിളിന്റെ മുകൾ ഭാഗത്തേക്ക് കൈവച്ചുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ സഹോദരി സഹോദരങ്ങൾ പ്രതിഫല ദിവസമാകുന്ന ഒരു പരലോക ദിവസമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പറ്റിക്കുന്നവരാണ്. ആ വിശ്വാസമില്ലെങ്കിൽ, ആ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ അസ്ഥിപഞ്ചരമായി ചതഞ്ഞരഞ്ഞു പോയാലും ഖബർ ജീവിതത്തിന്റെ ഉള്ളറയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉറപ്പായും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷിയാ. ലോകത്തൊരു വാക്കുകൊണ്ട് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉറപ്പായും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു ലോകത്ത് ഖബറിന്റെ അകത്തിരുന്ന് ഏതു കൊല്ലത്തിന് മുമ്പ് മരണപ്പെട്ടവരാകട്ടെ, ചതഞ്ഞരിഞ്ഞവരാകട്ടെ, കത്തിക്കരിഞ്ഞു പോയവരാകട്ടെ, കടലിന്റെ അകത്തളത്തിലേക്ക് തിരമാലകൾ വലിച്ചു കൊണ്ടുപോയവരാകട്ടെ, സുനാമിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങിയപ്പോ അതിൽപ്പെട്ട ഒരാളായിട്ട് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോയവരാകട്ടെ, എന്ന് വേണ്ട ഒരു ശരീരത്തിന്റെ തുരുമ്പ് പോലും കണ്ടുകിട്ടാൻ കഴിയാതെ മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടം നടന്നപ്പോ കത്തിക്കരിഞ്ഞതുപോലെ ശരീരം കത്തിക്കരിഞ്ഞ് ചാരമായി കിടക്കുന്നത് പോലെ കിടന്നവരാകട്ടെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാ. പക്ഷെ അവിടെ നിങ്ങൾ ആലോചിക്കണം, ഈ ഗൾഫ് ജീവിതത്തിൽ ഈ റിയാദിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് സമാധാനം തരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. 8ഉം 9ഉം നില ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്തിരുന്ന് പൊരിവയിലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പ്രവാസിയുടെ മനസ്സ് തളരാതിരിക്കാൻ അവന്റെ പേഴ്സിനകത്ത് അവനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ഫോട്ടോ. നമുക്കും ഗൾഫിലേക്ക് പോകണ്ടേ, നമുക്കും വാഹനമെടുക്കണ്ടേ, നമുക്കും നല്ലൊരു വീട് വെക്കണ്ടേ, നിനക്കും നല്ലൊരു വസ്ത്രം ധരിക്കണ്ടേ, നിനക്കും നല്ലൊരു യാത്ര പോകണ്ടേ, നിനക്കും നല്ലൊരു ചെരുപ്പ് ധരിക്കണ്ടേ. അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി എന്റെ പ്രിയമുള്ളവരെ പൊരിവയിലത്ത് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ആശ്വാസം തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കൊടുക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ട മക്കൾ കൊടുക്കുമ്പോ, 5ഉം 6ഉം 7ഉം വയസ്സ് പ്രായമായ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിട്ട് ഈ റിയാദില് ഒരു നേരത്തെ അന്നത്തിന് നിവർത്തിയില്ലെങ്കിൽ പോലും എന്റെ മക്കൾക്ക് കഴിക്കാനില്ല എന്ന് പറഞ്ഞ് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് പൊരി
പൊരിവെയിലത്തിന്റെ പ്രിയപ്പെട്ടവരെ പണിയെടുക്കുമ്പോ വിശന്ന വയറുമായിട്ട് തന്റെ യജമാനനെ കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തിയിട്ട് ചീരിപ്പാഞ്ഞു പോകുന്ന ജിദ്ദയുടെയും ദമാമിന്റെയും യാമ്പുവിന്റെയും റിയാദിന്റെയും റോഡിന്റെ നടുമധ്യ ഭാഗത്തിലൂടെ ഹോണടിച്ചുകൊണ്ട് ചീരിപ്പാഞ്ഞു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലൊരു സമാധാനത്തിന് വേണ്ടി കടന്നു വരുന്നത് മക്കളുടെ രൂപമാണ്, ഉമ്മയുടെ രൂപമാണ്, ഭാര്യയുടെ രൂപമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ ആദ്യം ഓടിപ്പോകുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലാണ്. താൻ പട്ടിണി കിടന്നപ്പോ തനിക്ക് ഭക്ഷണം തന്ന, തന്റെ മനസ്സ് വേദനിച്ചപ്പോ കരയല്ല പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉമ്മ എത്ര പ്രാവശ്യമാണ് ഫോണിലൂടെ വിളിച്ചത്, മോൻ എവിടെയാ, മോൻ എവിടെയാണ്? എന്റെ ഉമ്മ എത്ര പ്രാവശ്യമാ വിളിച്ചത്, മോൻ എവിടെയാ? എന്റെ പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ഒരു തണലായ, ഒരു തുണയായ, ഒരു തണൽ വൃക്ഷം പോലെ നമ്മുടെ മനസ്സിന്റെ അകത്ത് തെളിഞ്ഞു വരുമ്പോ അതൊരു ആശ്വാസമാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അള്ളാന്റെ കോടതിയിൽ പൊരിഞ്ഞ വെയിലത്ത് വിയർത്തൊഴുക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യവർഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ എവിടെയാണ് ഒരു ആശ്വാസം കിട്ടുക? ഇനി നമുക്കാരാണെന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി വരുമ്പോ ആദ്യം പോകുന്നത് പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിലാണ്. ദുനിയാവിലെത്ര കണ്ണീര് തുടച്ചവരാ, ദുനിയാവിലെത്ര വേദനയറിഞ്ഞവരാ ആ പ്രിയപ്പെട്ട ഉമ്മ മകന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മോനെ ഇത് ദുനിയാവല്ല ആഖിറമാണ്, ഇത് ദുനിയാവല്ല ആഖിറമാണ്. റിയാദിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ വസ്ത്രം എന്റെ ഉമ്മച്ചിക്ക് തന്നില്ലേ? മറുപടിയില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറുപടിയില്ല. ഉമ്മ ആവശ്യപ്പെട്ടതൊക്കെ പൊന്നുമോൻ കൊണ്ടു തന്നില്ലേ? ഈ പരലോകത്ത് എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോനെ, എന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എന്റെ രക്ഷ വരാതെ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വാപ്പാന്ന് വിളിച്ച് വിരൽ തുമ്പ് പിടിച്ച് ഓടി വന്ന പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. ഞാൻ വാഹനത്തിൽ വരുമ്പോ അബ്ദുസമദ് എന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട 2 മക്കളും വാഹനത്തിന്റെ അകത്താണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവരാ വാഹനത്തിന്റെ അകത്തിരുന്ന് പറഞ്ഞത്. ഉപ്പച്ചിയോട് സ്നേഹമുള്ള, ഉമ്മച്ചിയോട് സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. അള്ളാന്റെ കോടതിയിൽ ആ ഉപ്പ ചെന്നിട്ട് പറയുന്നു, മക്കളെ ഒരു രക്തതരണം പൊന്നുമോനെ. ആ മക്കള് പറയുന്നുപ്പാ, അത് ദുനിയാവിൽ മാത്രമേ നടക്കുകയുള്ളൂ, ഇവിടെ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങി വരട്ടെ. ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വബനി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എല്ലാവരും ഓടുകയാണ്. ഉമ്മ ഓടുകയാണ്, ഉപ്പ ഓടുകയാണ്, മക്കൾ ഓടുകയാണ്, കൂടപ്പിറപ്പുകളും സഹോദരങ്ങളും ഓടുകയാണ്. നിങ്ങളെ ആരെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങളെ ആരെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. നേതാക്കന്മാർക്ക് കഴിയോ? നേതാക്കന്മാർക്ക് കഴിയോ? കൈയിട്ട് വാരിയതിന്റെ കണക്ക് ചോദിക്കുമെന്ന് ഭയന്നുകൊണ്ട് പടച്ചറബിന്റെ നീതിപീഠത്തിന് മുന്നിൽ മുട്ടുകാല് വിറച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവടെ നമ്മുടെ നേതാക്കന്മാര് പൊട്ടിക്കരയുമ്പോ ലോകത്തെ അനീതിയുടെ കൂട്ടാളിയായി ജീവിച്ചതിന്റെ പേരില് അള്ളാഹുവിന്റെ അറാബ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭയന്ന് വിറയ്ക്കുമ്പോ നേതാക്കന്മാര് നമ്മളെ കൈവെടിയുകയാണ്. പിന്നെയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്മാര്, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര്, ഒരാളുണ്ടോ പ്രിയപ്പെട്ടവര്? ഒരാളുണ്ടോ പ്രിയപ്പെട്ടവരെ? യൗമ യദുഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട റിയാദിൽ വന്നവരെ, സലാത്ത് ചെല്ലാൻ താല്പര്യമുള്ളവര്, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ, ഇഷ്ടപ്പെടുന്നവര്, യൗമ യദുഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. അള്ളാന്റെ റസൂല് മാത്രം കരയുന്നത്, അള്ളാന്റെ ഹബീബ് മാത്രം വേദനിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. അള്ളാഹുവേ, എന്റെ ഉമ്മത്തിന് വിജയം കൊടുക്കണമല്ലോ, എന്റെ ഉമ്മത്തിന് രക്ഷ കൊടുക്കണമല്ലോ, എന്റെ ഉമ്മത്തിന് സമാധാനം കൊടുക്കണമല്ലോ. മറന്നുപോയ റിയാദിലെ പ്രവാസികളാണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, റൂമിന്റെ കത്തളപ്പ് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇത്തിരി പോന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ 100 കണക്കാര കാമകേടുകൾ ആസ്വദിച്ചുകൊണ്ട് ആത്മീയരെ കടക്കൽ കത്തിവെച്ചിട്ട് നശിപ്പിക്കും
ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകണ്ട. അള്ളാന്റെ ഹബീബിനെ മറന്നു പോരെങ്കിൽ ആ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവാ. നീ നിൽക്കുന്ന രാജ്യമേതാ, നീ നിൽക്കുന്ന നാടേതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരംഭ റസൂലിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. ആരംഭ റസൂലിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. ആ മുത്ത് ഹബീബ്, ആ പുന്നാര ഹബീബ് അല്ലാഹുവിനോട് പറയുന്നു, അല്ലോ പരലോകത്തെ ഒരു സന്തോഷവും എനിക്ക് വേണ്ടിയല്ല. എന്റെ പ്രിയപ്പെട്ട സമുദായം പൊട്ടിക്കരയുന്ന കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ സമുദായം പൊരിവയിലെത്തി നിൽക്കുന്ന കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അവരുടെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാറ് എന്റെ ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ സന്തോഷം വേണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് പറയും, ഇതൊക്കെ എത്രയോ കൊല്ലം ഇനി കഴിയണം ഉസ്താദേ. ഇപ്പൊ ഇവിടെ ഉള്ള വല്ല പിടിച്ചുപറിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചോ പറഞ്ഞാൽ പോലെ ഇതൊക്കെ എത്ര കൊല്ലം കഴിയണം? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു മനോഹരമായ സഹായത്തിന് വേണ്ടി, ഈ ഒരു വലിയ വാഗ്ദാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അത് വാങ്ങാൻ അർഹതപ്പെട്ടവരായി നിങ്ങൾ അവിടെ ഉണ്ടാകണമെങ്കിൽ ലോകത്തിനും വിട പറയുന്നതിന് മുമ്പ് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ സമുദായത്തിൽപ്പെട്ട എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ വേറൊന്നും പേടിക്കാനില്ല എന്ന ചിന്തയിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരുന്നത്. മറിച്ച് അതിന് ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു, 4 വിഭാഗത്തിന് പരലോകത്ത് എന്റെ ശഫാഅത്ത് ഉണ്ടാകും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നാളെ പരലോകത്തവർ ഇനി നമുക്ക് ആരെന്ന് ചോദിച്ച് നിലവിളിക്കുമ്പോ പൊട്ടിക്കരയുമ്പോ ഒരു കാരണവശാലും അവർക്ക് എന്റെ ശഫാഅത്തിലൂടെ സ്വർഗമുണ്ടാവില്ല, വിജയമുണ്ടാകില്ല എന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, മുശ്രിക്ക്, ശിർക്ക് ചെയ്യുന്നവൻ, അഥവാ കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ സ്ഥാനത്ത് മറ്റൊരാളെ എടുത്തു വെക്കുന്ന ഒരു വ്യക്തി. നമ്മുടെ കേരളമൊക്കെ ഇന്ന്, കേരളത്തിന്റെ അവസ്ഥ ഇതെന്താ? എവിടെയെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരാൾക്ക് രോഗം മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞൊരു പച്ചപ്പെട്ട് തലയിലൂടെ ഇട്ടിട്ട് ഒരു മൂലക്കിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ താത്തമാര് മുഴുവനും പ്രയാതി നിൽക്കണ ഭർത്താവിന് കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഭസ്മം വാങ്ങുന്നു. ഇന്ന് എല്ലാവരും ഭസ്മമാണ് കൊടുക്കുക. ഇവിടെ 2-3 ഹൈന്ദവ സഹോദരങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. സാഹോദര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങളുടെ മതത്തിലും ആ കച്ചവടമുണ്ട്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിന്റെ ആത്മീയമായ പ്രകാശം നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടും. സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സാഹോദര്യം നിലനിർത്തി തരട്ടെ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഏതാ? അതിന്നൊരു വലിയ കച്ചവടമാണ്. പാണക്കാട് കുടുംബത്തിന്റെ തിരുമുറ്റത്തേക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കടന്നു വരുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ അവിടെ പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് ശരിയാവും, എന്തെങ്കിലും ഒരു ദിക്റോ സ്വലാത്തോ പറഞ്ഞു. അവർക്ക് തിരക്കാ, പല കാര്യങ്ങളുണ്ട്. ഈ ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പോകുമ്പോ എന്തുകൊണ്ടത് ശരിയാകുന്നു എന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും പാരമ്പര്യം നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നാണക്കേട് വരും. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം ചെന്നെത്തുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തബന്ധത്തിലേക്കാണ്. അല്ലാഹു തന്നൊരു വലിയ ഭാഗ്യമല്ലേ? ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ഞാൻ ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ഖജാൻജി അല്ല, ഒന്നുമില്ല. ആ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഉസ്താദുമാരെ കണ്ടപ്പോ ഒരലിവ് തോന്നിപ്പോയി. ആലിപ്പറമ്പ് ഉസ്താദിനെയൊക്കെ പോലെയുള്ള ശ്വാസം മുട്ടും ചുമയുമുള്ളവർ ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. അത് കണ്ടപ്പോ സങ്കടം തോന്നിയിട്ട് ആ സ്ഥാപനത്തിനോടൊരു മഹബത്ത് തോന്നിയപ്പോ അൽഹംദുലില്ലാഹ് അതങ്ങനെ വിജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഇതിന് ഒരു 50 ലക്ഷം പിരിച്ചു കൊടുത്ത് 25 ലക്ഷം എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല. അതിനുള്ള ഒരു ദാരിദ്ര്യം അള്ളാഹു ഇപ്പൊ എനിക്ക് തന്നിട്ടില്ല. മരിക്കുന്നത് വരെ ഇൽമു പറഞ്ഞിട്ട് വില പറഞ്ഞെന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗതികേട് പട്ടിണി കിടന്നാലും അള്ളാഹു തരാതിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകും. അതിനൊന്നും മറുപടി പറയാൻ ഈ വിലപ്പെട്ട സമയത്തിന് അർഹതയില്ല. അതുകൊണ്ട് ഞാൻ മാറ്റിവെക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് കൽബ് പൊട്ടിയിട്ട് 2 മിനിറ്റ് ദുആരെന്നപ്പോൾ ജീവിതത്തിൽ ഈ പാവപ്പെട്ടവനും കൂടെയുള്ളവർക്കും കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമാണ്. ആരുടെ മുന്നിലാണ് ചെന്ന് നിന്ന് കരഞ്ഞത് എന്ന് ഓർത്തുപോയപ്പോ വളരെയധികം സന്തോഷം തോന്നിപ്പോയി. ദമാമിലെയും യാംബുവിലെയും ജിദ്ദയിലെയും സഹോദരങ്ങളൊക്കെ സന്തോഷിച്ചു കൊള്ളുക.
നിങ്ങൾ നിസ്സീമമായി കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും പകരം മദീനയുടെ മുറ്റത്ത് കണ്ണീരിറ്റ് വീഴ്ത്തിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, അത് പറ്റിപ്പല്ല, നാടകമല്ല, അഭിനയമല്ല, പ്രഹസനമല്ല, അതൊരു പാരമ്പര്യത്തിന്റെ മാഹാത്മ്യമാണ് എന്ന് പറഞ്ഞ് പാണക്കാട് തങ്ങന്മാര് മാത്രമേ അങ്ങനെ രോഗികൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുന്നു എന്നല്ല. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ നൂറുകണക്കായ വലിയ വലിയ മഹത്തുക്കളും മഹാന്മാരും മശായിഖന്മാരും ഉണ്ട് കേരളത്തിൽ. പക്ഷെ അവരെയൊന്നും ആർക്കും വേണ്ടല്ലോ, കച്ചവട തന്ത്രവുമായി വന്നിരിക്കുന്നവരെ പോക്കറ്റിൽ വെക്കാൻ കേരളം ഇന്ന് ബിസിനസ് മൈൻഡിലൂടെ കാത്തിരിക്കുമ്പോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുശ്രിക്കായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. തൃശൂർ ജില്ലയുടെ ഒരു ഭാഗത്ത് ഞാനിപ്പോ അടുത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ഒരു വലിയൊരു ദേവാലയം കാണിച്ചു തന്നു. പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവിടെ നിന്ന് തപാലിലൂടെ ഭസ്മം അയച്ചു കൊടുക്കുന്നുണ്ടത്രേ. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് ഭാര്യയെ നെറ്റിലൂടെ ഫോൺ വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ കാര്യങ്ങളും വിശേഷങ്ങളും പറയുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങി പോകുന്നത് എവിടേക്കാണ് എന്ന് ചിന്തിക്കാനുള്ള സമയമില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രവാസികളെ, ഒന്നുമില്ലാതായി പോകും. ഇവിടെയും അവിടെയും ഭാരം ചുമക്കേണ്ടുന്ന ഒരു ഗതികേട് അല്ലാഹു തരും. റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്തില്ല, വൽ കാഫിറു കാഫിരീങ്ങൾക്ക് ശഫാഅത്തില്ല, കാഫിരീങ്ങൾക്ക് എന്റെ ശഫാഅത്തില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മൂന്നാമത്തെ, എന്റെ പ്രിയപ്പെട്ടവരെ, കാഫിരീങ്ങൾക്ക് ശഫാഅത്തില്ലെന്ന് പറയുമ്പോ നിങ്ങളിപ്പോ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണല്ലോ. ഇന്നമൽ ഉമൂറു ബിൽ ഖവാതിമി, ഒരു കാര്യത്തിന്റെ വിജയം തീരുമാനിക്കുന്നത് അവസാന സമയത്താണ്. നിസ്കാരമുള്ളവരെ, നോമ്പ് പിടിക്കുന്നവരെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ, യതീമീങ്ങളുടെ മനസ്സിന്റെ കണ്ണീരറിഞ്ഞ് സങ്കടമറിഞ്ഞിട്ട് സഹാരഹസ്തം നീട്ടി വരുന്നവര്, സന്തോഷത്തോടെ സ്വതക്ക ചെയ്തുകൊണ്ട് ആനന്ദിപ്പിക്കുന്നവരെ, ഇന്നമൽ ഉമൂറു ബിൽ ഖവാതിമി, ഒരു കാര്യത്തിന്റെ പര്യവസാനമെന്ന് വിജയമെന്ന് പറയുന്നതിന്റെ പര്യവസാനമാണ്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ തവഫനി മുസ്ലിമാ എന്ന് ദുആ ചെയ്തത്. 20 പ്രാവശ്യമാണ് പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് നമസ്കരിച്ചത്. 1ഉം 2ഉമല്ല പ്രിയപ്പെട്ടവരെ, 20 പ്രാവശ്യമാണ്. എന്തുകൊണ്ടാണ് ആ ഭാഗ്യം അല്ലാഹു കൊടുത്തതെന്നറിയോ? തന്റെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോ പാണക്കാട് സയ്യിദന്മാരുടെ നേതൃത്വത്തില് എത്രയോ പ്രാവശ്യം ആയിരക്കണക്കിന് ജനങ്ങൾ മയ്യത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ സ്വർഗത്തിന്റെ തോട്ടത്തിലൂടെ കൊണ്ടുപോകുന്നത് പോലെ കേരളത്തിന്റെ സമുദായം കണ്ടുപോയല്ലോ ആ ഉസ്താദിനെ കൊണ്ടുപോകുന്നത്. PP ഉസ്താദിനെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തങ്ങനെ ജീവിച്ചു പോലെ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹത്തുക്കളും മഹാന്മാരുമെല്ലാം അവരൊക്കെ ജീവിച്ച ഒരു ആദർശത്തിൽ തന്നെ മരിക്കാൻ അവർക്ക് കഴിഞ്ഞു. നമ്മുടെ കാര്യമോ KMCCക്ക് വേണ്ടി പ്രവർത്തിച്ച സൗദി അറേബ്യയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വാഹനാപകടത്തിൽപ്പെട്ട് 2 വർഷം മുമ്പ് മരണപ്പെട്ടു എന്ന സങ്കടമറിഞ്ഞപ്പോ അല്ലാഹുവെ, അറിഞ്ഞ ഉടനെ വാഹനത്തിൽ ഇരുന്ന് മനസ്സുകൊണ്ട് ദുആ ചെയ്തു പോയി. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓടി നടക്കുമ്പോ, കഷ്ടപ്പെടുമ്പോ, ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോ ആ ഖിദ്മത്തിലായി മരിക്കാനുള്ള ഭാഗ്യം കൂടി അല്ലാഹു തരുമ്പോഴാ കബൂലിയത്ത് വരുന്നത്. അല്ലാതെ അവസാന സമയം അസ്റായിൽ റൂഹ് പിടിക്കുമ്പോ ഈമാനില്ലാതെ, ആദർശമില്ലാതെ, ആത്മീയതയില്ലാതെ, കണ്ടവന്റെ പുറകിടപ്പിൽ കിടന്ന നാവ് നീട്ടുന്ന നായെ പോലെ വെള്ളം ചോദിച്ചിട്ട് മക്കള് പോലും ഒരു തുള്ളി വെള്ളം തരാതെ ചത്തൊടുങ്ങുന്ന അവസ്ഥ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. മരണത്തിലും മരണത്തിന് ശേഷവും അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം മുനാഫിഖ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഉണ്ടാവില്ല. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാ? സഹോദരിമാർക്ക് മുനാഫിക്കിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മുസ്ലിയാരെ കാണുമ്പോ ഇവിടെ കിടക്കുന്ന ഷാൽ എടുത്ത് ഇങ്ങനെ ഇടുക, മുയിലാരും ഇങ്ങനെ എടുത്തിടുക, അതൊരു മുനാഫിക്കാണ്. കാരണം അത് അള്ളാഹെ പേടിയില്ല, അള്ളാഹുവിനെ പേടിയില്ല. 10 ആളെ കാണുമ്പോ, നമ്മളിപ്പോ ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിക്കുമ്പോ പെട്ടെന്ന് അള്ളാഹു പെട്ടെന്ന് നിസ്കരിക്കാം. 10 ആള് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഇതാണ് മുനാഫിക്കിന്റെ അടയാളം. വേറൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം പഠിച്ചാൽ ഇതാണ് മുനാഫിക്കിന്റെ അടയാളം. കാരണം എന്താ? ഇത് പറ്റിക്കലാണ്. ചില സ്ഥലത്തൊക്കെ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ചില ആളുകൾ കൈയിട്ട് ഇങ്ങനെ റോഡിൽ നോക്കിയിട്ട് കുടവേറിന്റെ മുകളിൽ കൈയും വെച്ച് റോഡിൽ
ഗ്ലാസ് ഉള്ള പള്ളിയാണെങ്കിൽ റോഡേ ആരെങ്കിലും സൈക്കിളോ വായിക്കണം പോകണം ഇത്ര നോക്കി ഇങ്ങനെ പറയുന്നൊരവസ്ഥ വരും. ഇങ്ങനെ പറയുന്നവർ കാരണം അവന് നിസ്കാരം അവന്റെ മനസ്സുകൊണ്ട് നടക്കുന്നില്ല. സംഭവം ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു. അത് പോരല്ലോ. അത് നിസ്കാരം തന്നെ ആയിരിക്കണം, മുനാജാത്തായിരിക്കണം, അഭിമുഖമായിരിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോ മുനാഫിക്ക് ആകാൻ പാടില്ല. മുനാഫിക്കിന് അള്ളാന്റെ റസൂലിന് വലിയ വെറുപ്പാണ് അവരെ. അതുകൊണ്ട് പരലോകത്ത് അവരുടെ ശഫാഅത്ത് മുനാഫിക്കിന് കിട്ടുകയില്ല. നാലാമത്തതാരാന്നറിയോ? ഇന്നിപ്പോ ഈ അത് കഴിഞ്ഞു, നാളെ രാവിലെ പുറത്തിറങ്ങിയിട്ട് കുറെ ആളുകൾ ചോദിക്കും, ഇന്നലെ എന്തായിരുന്നു നമ്മുടെ അരീൻ ഓഡിറ്റോറിയത്തിൽ കുറെ ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞ് ശഫാഅത്ത് പരലോകത്ത്, പിന്നെ ശഫാഅത്ത് അയാൾ പോയി നേരിട്ട് കണ്ടിട്ടൊന്നും പറഞ്ഞല്ലേ. ഇങ്ങനെ പറയുന്നവർക്ക് ശഫാഅത്ത് കിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ ശഫാഅത്തിനെ കളിയാക്കിയവർക്ക് നാളെ പരലോകത്ത് ഞാനായിട്ടൊരു സമ്മാനവും കൊടുക്കുകയില്ല. ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖോ വഹലനാ യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾ അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നവരാണ്, ഞങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ശഫാഅത്ത് ഹബ്ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ശഫാഅത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആ ശഫാഅത്ത് നൽകണേ അല്ലാ. നിങ്ങൾക്കറിയുമോ, ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ എല്ലാവരും എല്ലാ പ്രവാചകന്മാർക്ക് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല യുൻസബു മിൻ അംബിയാഇ മനാബിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മിമ്പറാണ് നാളെ പരലോകത്ത് പ്രവാചകന്മാർക്ക് ഇരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. നൂഹ് നബിക്ക് ഇരിക്കാൻ, യാക്കൂബ് നബിക്ക് ഇരിക്കാൻ, യൂസുഫ് നബിക്ക് ഇരിക്കാൻ, സുലൈമാൻ നബിക്ക് ഇരിക്കാൻ സ്വർണത്തിന്റെ മിമ്പർ നിർമ്മിച്ചിരിക്കുന്നു പരലോകത്ത്. എല്ലാ പ്രവാചകന്മാർക്കും മുത്ത് ഹബീബിന് കൂടുതലുണ്ടല്ലോ, പുന്നാർ റസൂലിന് കൂടുതലുണ്ടല്ലോ. ആ സ്വർണത്തിന്റെ മിമ്പറെല്ലാം നിർമ്മിച്ചിരിക്കുമ്പോ എല്ലാ പ്രവാചകന്മാരും കടന്നു ചെന്നിരിക്കുകയാണ്. അവരവർക്ക് വേണ്ടി പേരെഴുതി വെച്ചിരിക്കുന്ന മിമ്പറിൽ വയജ്ലിസൂന ഫീഹാ വയജ്ലിസൂന ഫീഹാ. അല്ലാഹുവിന്റെ റസൂലാണ് സഹാബത്തിനോട് പറയുന്നത്, സഹാബികളെ, എല്ലാ പ്രവാചകന്മാരും അവരവർക്കുള്ള മിമ്പറിൽ അവർ കയറിയിരിക്കുന്നതാണ്. വയബ്ഖാ മിമ്പരി വയബ്ഖാ മിമ്പരി. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ മിമ്പറിൽ ഇരിക്കാൻ ആളില്ല. എനിക്ക് വേണ്ടി അല്ലാഹു നിർമ്മിച്ച സ്വർണത്തിന്റെ മിമ്പർ പരലോകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. വയബ്ഖാ മിമ്പരി ലാ അജ്ലിസു അലൈഹി. അതിന്റെ മുകളിൽ ഞാൻ ഇരിക്കുകയില്ല. ഞാൻ ഇരുന്നു പോയാൽ വതബ്ഖാ ഉമ്മത്തി ബഅദി. ഞാൻ അവിടെ ഇരുന്നാൽ എന്റെ ഉമ്മത്തിനെ ആരാണ് നോക്കുന്നത്? അവരെ ആരാണ് സംരക്ഷിക്കുന്നത്? അവർക്കാരാണ് വിജയം കൊടുക്കുന്നത്? ഒരു 3 സലാത്ത് നല്ല മനസ്സോടെ എന്റെ റിയാദിലെ പ്രവാസികൾ, മദീന അടുത്തല്ലേ, നല്ല മനസ്സോടെ ഒന്ന് ചൊല്ലിക്കോ. ബിഫദ്ലി സല്ലല്ലാഹു. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. മുത്തറസൂല് പറയുകയാണ്, വയബ്ഖാ മിമ്പരി, എന്റെ മിമ്പർ മാത്രം ഇങ്ങനെ ഒഴിവായി കിടക്കും. ഞാനതിലിരിക്കുകയില്ല. എന്റെ ഉമ്മത്ത് ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് പിന്നെ ആരാണുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ പടച്ചതമ്പുരാൻ എന്നോട് ചോദിക്കും, യാ ഹബീബല്ലാഹ്, എന്തേ നബിയെ നിങ്ങൾ ഇരിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, യാ റബ്ബി അജ്ജിൽ ഹിസാബഹും, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സമുദായത്തിന്റെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, പടച്ചവനെ, എന്റെ സമുദായത്തിന്റെ വിചാരണ എളുപ്പമാക്കണം. ഇബ്രാഹിം നബി പറഞ്ഞ പോലെ ഞാൻ പറയൂല, ഈസാ നബി പറഞ്ഞ പോലെ ഞാൻ പറയൂല. ഇബ്രാഹിം നബി പറഞ്ഞതെന്താ? തന്റെ സമുദായത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ? ഫമിൻ ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, പടച്ചവനെ, നീ പുറത്തു കൊടുത്താ നിന്റെ അടിമയാണ്. അവർ നിന്നോട് എതിരായ നീ കാരുണ്യവാനാണ്. പടച്ചവനെ, നിന്നെ കൊണ്ട് കഴിയുന്നെങ്കിൽ നീ പുറത്തു കൊടുക്കുക.
ഈസാ നബി പറഞ്ഞതെന്താണ്? ഇൻതുഅദിബഹും ഫഇന്നഹും ഇബാദ്. അല്ലാഹുവേ, നിന്റെ അടിമകളെ നീ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകൾ മാത്രമാണ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അംദൽ അസീസുൽ ഹകീം. നീ അവർക്ക് പുറത്തു കൊടുത്താൽ അല്ലാഹുവേ, നീ പ്രതാപശാലിയും മാന്യനുമാണല്ലോ. പക്ഷേ ഒരു റെക്കമെന്റ് നടത്താൻ അവർ മനസ്സ് വെച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പ്രവാചകന്മാര് പറയുന്ന പോലെ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പറഞ്ഞൊഴിയൂല അല്ലാ. അവരെ വിചാരണ എളുപ്പമാക്കണമല്ല. അവര് പൊരുവയിലെത്തു നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലാ. അവര് പൊട്ടിക്കരയുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലാ. അവര് നിലവിളിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലാ. വേണ്ടേ ആ പ്രവാചകനെ വേണ്ടേ ചെറുപ്പക്കാരാ? തിരുവനന്തപുരം ജില്ലയിൽ സച്ചിൻ ടെണ്ടുൽക്കർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരൻ തലേ ദിവസം തിരുവനന്തപുരത്ത് വന്ന് റൂം എടുത്ത് കിടക്കുകയാ. സച്ചിൻ ടെണ്ടുൽക്കർ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ആ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വരികയാ. VIP-യുടെ ഭാഗത്തിലൂടെ സച്ചിൻ ടെണ്ടുൽക്കർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ കുറെ സെക്യൂരിറ്റിമാർ അവർ ആ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന കായിക താരത്തെ വിളിച്ചുകൊണ്ടുവന്ന് വാഹനത്തിലേക്ക് കയറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ട സച്ചിനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലെ മുസ്ലിം ചെറുപ്പക്കാരൻ കൈയെടുത്ത് ഉയർത്തിയപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ നോക്കിയില്ലത്രേ, സച്ചിൻ ടെണ്ടുൽക്കർ തിരിച്ചറിഞ്ഞില്ലത്രേ. അതിന് പകരം ഈ ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ടാ പൊട്ടിക്കരന്നതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഫോണിലൂടെ വിളിച്ചിട്ടു, സാറേ ഞാൻ വീട്ടിലേക്ക് വരികയാ, എന്റെ പൊന്നുമോനെ കൊണ്ടുവരികയാ, അവൻ ആത്മഹത്യ ചെയ്യാൻ പോയത്രേ. സച്ചിൻ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അത്രേ. എന്തേ കാരണമെന്നറിയോ? അവന്റെ മൊബൈൽ മുഴുവനും സച്ചിനാണ്, അവന്റെ റൂമിന്റെ ചുവരുകൾ മുഴുവനും സച്ചിനാണ്, അവന്റെ മനസ്സ് നിറച്ച് സച്ചിനാണ്, അവനെ വിളിക്കുന്നത് പോലെ സച്ചിനെന്നാണ്. എന്റെ ഈ സ്നേഹം തിരിച്ചറിയാ സച്ചിന് കഴിയുന്നില്ലല്ലോ. എടോ മടയനാര മുസ്ലിം ചെറുപ്പക്കാരാ, പണം മുടക്കണ്ടടാ, മൊബൈലിൽ നീ ഒന്നും സേവ് ചെയ്തിടണ്ടടാ, ചെവരിൽ പേരെഴുതി വെക്കണ്ടടാ. നിന്റെ മനസ്സുകൊണ്ട് ആരും അറിയാറ് ഏതെങ്കിലും കുറ്റിരുട്ടിന്റെ ഉള്ളറയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ആരംഭ റസൂലിന് സ്നേഹത്തോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊരു സലാം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് ഏത് കോണിരുന്ന് പറഞ്ഞാൽ മദീനയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് കേൾക്കാനും തിരിച്ചറിയാനും കഴിയുമായിരുന്നല്ലോ. പക്ഷേ നിനക്ക് നേരമില്ല, നിനക്ക് സിനിമാ നടന്മാരെ മതി, നിനക്ക് സിനിമാ നടികളെ മതി. കേരളത്തിന്റെ ഒരു സുന്ദരിയാര പ്രായം കുറഞ്ഞ സിനിമാ നടിയുടെ കല്യാണം സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ കഴുക്കൂട്ടം അൽസാജ് ഹോട്ടലിൽ നടന്നപ്പോ എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ ജയ്ഹിന്ദിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അതിലൂടെ കടന്നുപോയപ്പോ അത് രാവിലെ 7 മണി മുതൽ അല്ലാഹുവേ മുസ്ലിം ചെറുപ്പക്കാർ ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് വന്നിരിക്കുകയാ. ഒരു സിനിമാ നടനെ കാണാൻ പറ്റിയാൽ, ഒരു സിനിമാ നടിയെ കാണാൻ പറ്റിയാൽ, ഒരു സംവിധായകനെ കാണാൻ പറ്റിയാൽ, ഒരു നിർമ്മാതാവിനെ കാണാൻ പറ്റിയാൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദമെന്ന് മനസ്സിലാക്കിയ മടയന്മാരായി കേരളത്തിന്റെ മുസ്ലിം ചെറുപ്പക്കാര് മാറിപ്പോകുമ്പോ അള്ളാന്റെ ഹബീബ് റസൂൽ പറയുകയാണ്, റബ്ബേ എന്റെ സമുരാരം കരയുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല, ഒരു സലാത്ത് ചെല്ലോ, സമയമില്ലാത്ത ചെറുപ്പക്കാരാ, ഒന്ന് മദീനത്ത് പോക, നേരമില്ലാത്ത ചെറുപ്പക്കാരാ, ആരംഭ റസൂലിനോട് മഹബത്ത് കാണിക്ക, സമയമില്ലാത്ത ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് നീ ഒന്ന് ഇടപെടണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപ്പെട്ട പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയേ അങ്ങ് സങ്കടപ്പെടണ്ട. ഇദ്ഖാലു ഖൗമിൻ അൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു വിഭാഗം അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ വിചാരണയില്ലാതെ ഞാൻ സ്വർഗത്തിൽ കിടത്താൻ പോവാണ്. 3-4 ദിവസമായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന നാസർ എന്ന സഹോദരൻ ഹജ്ജ് ഉംറയുടെ മറ്റൊരു ആവശ്യമായിട്ട് ഇന്ന് നാട്ടിലേക്ക് പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടിട്ട് ആരംഭ റസൂലിനോട് അള്ളാഹു പറയുന്ന, നബിയേ അങ്ങ് സങ്കടപ്പെടണ്ട, അങ്ങയുടെ സമുദായത്തിൽ ചിലത് വിചാരണ ഒന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ ഡയറക്റ്റ് സ്വർഗത്തിൽ വിടാൻ പോവാണ്. അള്ളാന്റെ റസൂലിന് സന്തോഷമായി.
ആ പറയാൻ പോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയുമ്പോൾ ഈ പറയണ കാര്യം ചെയ്യാനുള്ള ആവേശം കൂടി ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചിലപ്പോൾ പറയാൻ കഴിയില്ല. ഈ 10 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ 2 കിലോ കെട്ടതായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് തൂക്കി തരുമ്പോൾ കച്ചവടം നടക്കുന്ന പോലെ ചില സ്വാലിഹ്യങ്ങളുടെ ഇടയിൽ പാവപ്പെട്ട കെട്ടവരാ ഞങ്ങളിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് അള്ളാഹ് കയറ്റുമ്പോൾ നമ്മുടെ കാര്യം കൂടെ ചിലപ്പോൾ സ്വാലിഹായി രക്ഷപ്പെടും അല്ലേ? ഇപ്പൊ നാട്ടിലൊക്കെ പരിപാടി നടത്താൻ വന്നാൽ എന്റെ സർവ്വ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സാധിക്കലി ചെയ്യാപതങ്ങളാണ്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞാൻ പ്രസംഗം തുടങ്ങി ആ മധു ഗാനം കൂടി കേട്ട അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിറങ്ങി ഒരു പോക്കാം. ഇന്നിപ്പോ ഫോണിലെന്ന് ചോദിച്ചാൽ എവിടെ പോകാന്ന് ചോദിക്കും. കാരണം എവിടെ പോകാനാ, പോയി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇവിടെ ആള് വേണം, പാസ്പോർട്ട് കയ്യിൽ വേണം, സംഘാടകരെല്ലാം രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കുക. അപ്പൊ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയില്ലേ വെള്ളിയാഴ്ച രാവായിട്ട്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിചാരണയില്ലാതെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. എല്ലാവർക്കും ഒന്ന് ചുളിവിൽ കാര്യം നടക്കലാണല്ലോ ഇഷ്ടം അല്ലേ? ഇവിടെ റിയാദിലൊരു ജോലിയുണ്ട്. ഇൻഷാ അല്ലാഹ് വരാം. ആഹത്താവട്ടെ, അൽഹംദുലില്ലാഹ്. എന്താണ് കുറച്ച് സിമന്റ് ഒക്കെ ക്യാഷ്യറായിട്ട് ഇരിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ? കിട്ടിയില്ലെങ്കിൽ പൈസ എണ്ണിയെങ്കിലും വെക്കാലോ, അങ്ങനെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും അതാ. അതുപോലെ തന്നെ ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ്. ഈ ചില നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കുറച്ച് ശമ്പളമുള്ളത് നിങ്ങൾ പറയും ഗൾഫുകാർക്കാണെന്ന് പറയല്ല, പള്ളിയിലെ ഇമാമിയങ്ങൾക്കാണ്. പള്ളിയിലെ ഇമാമിയങ്ങൾക്ക് തീരെ ശമ്പളമില്ല. ഇവിടുത്തെ ഇമാമിയങ്ങൾ, അതുകൊണ്ടാണ് നാട്ടിലെ ഇമാമിയങ്ങളിലെ എല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ട്. 3-4 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്, ഉസ്താമാരൊക്കെ ഇവിടെയാ. എവിടെ ചെന്നാലും കുറെ ഉദവിമാര് പൈസമാര് ഇങ്ങനെ കിടക്കും, ഇഷ്ടം പോലെ ഉസ്താമാരുണ്ട്. അതുകൊണ്ട് വേറൊരു ഉപകാരം ഉണ്ടായി. മാസാമാസം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടക്കുന്നു. അതിൽ സഹകരിക്കുന്ന എത്ര ആൾ അത് വേറെ